ക്രിക്ടോക്സ് വിത്ത് നമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് SRHും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് മത്സരം. SRH ആവട്ടെ 4ാം സ്ഥാനത്തും DC 5ാം സ്ഥാനത്തുമാണ് ഉള്ളത്. രണ്ട് ടീമും ഇപ്പോൾ മികച്ച ഫോമിലാണ്. SRH കഴിഞ്ഞ 2 കളിയും വിജയിച്ചതായിരുന്നു. രാജസ്ഥാൻ റോയൽസിനെ അവർ പരാജയപ്പെടുത്തി, ചെന്നൈ സൂപ്പർ കിങ്സിനെയും പരാജയപ്പെടുത്തി. DC ആവട്ടെ കഴിഞ്ഞ കളി ഡൽഹി നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ച കണ്ടില്ലേ. അപ്പോൾ 2 പേരും ഇപ്പോൾ മികച്ച ഫോമിൽ കളിക്കുന്ന ടീമുകളാണ്. ഇന്ന് ഹൈദരാബാദിലാണ് മത്സരം നടക്കുന്നത്. നമുക്ക് ഈ മത്സരത്തിന് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പ് എന്നീ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നോക്കാം. പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാലോ, ഹൈദരാബാദിൽ പിച്ചിലാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു ടോട്ടൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. ഇപ്പോൾ ഹൈദരാബാദ് കണ്ടീഷനിൽ ഇപ്പോൾ 277 റൺസൊക്കെ എടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. മുംബൈ ഇന്ത്യൻസിന്റെ SRH 2024 നടന്ന മത്സരത്തിലെ കാര്യമാണത് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലായാലും 245 എടുക്കുന്ന ഇത് കണ്ടു. അങ്ങനെ ഹൈദരാബാദ് പിച്ചിൽ എപ്പോഴും വലിയ സ്കോർ, ഈ സീസണിൽ തന്നെ കളിച്ച് 3 മത്സരം 2 കളി 200 മുകളിൽ സ്കോർ വീഴുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഹൈദരാബാദ് പിച്ചിൽ. ബാറ്റിംഗ് ട്രാക്കാണ്, പ്യുവർ ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും. ഇന്നും ഒരു മികച്ച ടോട്ടൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 2 ടീമിന്റെയും ടോപ്പ് ഓർഡർ കരുത്തുറ്റ ടോപ്പ് ഓർഡേഴ്സാണ്. ഒരു സംശയങ്ങളും അതിന് വേണ്ട. ട്രാവിസ് ഹെഡും, അഭിഷേക് ശർമ്മയും, ഇഷാൻ കിഷനും, ഹെൻറി ക്ലാസനും, നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെ അടങ്ങുന്ന ടോപ്പ് ഓർഡറും, നമ്മുടെ KL രാഹുലും, പത്തും നിസാങ്കിയും, സമീർ റിസുവും, ട്രിസ്റ്റൻ സെപ്സും, ഡേവിഡ് മില്ലറും അടക്കുന്ന ടോപ്പ് ഓർഡർ. 2 ടീമിന്റെയും ടോപ്പ് ഓർഡർ കരുത്തുറ്റ ടോപ്പ് ഓർഡറാണ്. ഒരു സംശയങ്ങളും അതിൽ വേണ്ട. ഇപ്പൊ ഫോം ഗൈഡിലേക്ക് വന്നാൽ അവസാനത്തെ 5 മത്സരങ്ങളിൽ 3 കളി SRH വിജയിച്ചിട്ടുണ്ട്. DCയും 3 കളി വിജയിച്ചിട്ടാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 2 ടീമും ഒരുപോലെ തുല്യശക്തികളായിട്ട് ഒരേപോലെ കളിച്ച് വരുന്ന ടീമുകളാണെന്ന്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള കാര്യം, ഇപ്പോൾ ടീം ന്യൂസിന്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ SRH ഇപ്പോൾ കഴിഞ്ഞ കളി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കളിച്ചു. അപ്പോൾ അതിൽ നോക്കേണ്ട ഒരു കാര്യം, SRHന് ഇപ്പോൾ ബൗളിങ്ങിൽ പ്രഫുൽ ഹിഞ്ചെ, ഷക്കീബ് ഹുസൈൻ, നമ്മുടെ ശിവൻകുമാർ, ഹർഷ് ദുബെ ഇങ്ങനെയുള്ള ഇന്ത്യൻ ഡൊമസ്റ്റിക് ബോളേഴ്സും കൂടാതെ ഇഷാൻ മലിംഗയാണ് ഉള്ളത്. ഇപ്പൊ പ്രഫുൽ ഹിഞ്ചെ കഴിഞ്ഞ കളി അല്പം റൺസ് വഴങ്ങുന്ന കാഴ്ചയോടെ, പക്ഷേ ഷക്കീബ് ഹുസൈൻ കൃത്യമായ ലെങ്ത്തും വേരിയേഷൻ കൂടി പന്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. ഇപ്പൊ കഴിഞ്ഞ കളി നമ്മുടെ ഇഷാൻ കിഷാൻ പറഞ്ഞ കാര്യം, ദിൽഷാൻ മദ്ഷാങ്ക വുഡ് ബി പാർട്ട് ഓഫ് ദർ പ്ലേയിങ് 12 എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം സബിനുണ്ടാവും. കഴിഞ്ഞ കളി അദ്ദേഹത്തിന് ഇറക്കില്ല, ലിയാം ലിവിങ്സ്റ്റനെ തന്നെയാണ് അദ്ദേഹം ഇമ്പാക്റ്റ് ആക്കി ഇറക്കി വിട്ടത്. ഇപ്പൊ പാറ്റ് കമിൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ടീമിനോട്, പക്ഷെ അദ്ദേഹം ഇന്ന് കളിക്കാനുണ്ടാവില്ല. അദ്ദേഹം ഏപ്രിൽ 25 രാജസ്ഥാൻ റോയൽസിനെതിരെ മാത്രമേ കളിക്കാൻ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ജെറാൾഡ് കോട്സിനെതിരെ അദ്ദേഹത്തിനെ കുറിച്ചും അവൈലബിലിറ്റി വന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ റീപ്ലേസ്മെന്റ് ആയിട്ട് സ്കോഡിലേക്ക് എത്തിയ താരമാണ്. അദ്ദേഹത്തിനെ കുറിച്ചും അവൈലബിലിറ്റി ഒന്നും നിലവിൽ ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോൾ ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഡൽഹിയിൽ ഇപ്പോൾ അക്ഷർ പട്ടേൽ കഴിഞ്ഞ കളി മസിൽ ക്രാംസ് ആയിട്ട് റിട്ടയർഡ് ആയ പ്ലെയറാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. ഡൽഹിക്ക് ഇപ്പോൾ പൃഥ്വി ഷോ, അഭിഷേക് പോറൽ, നിതീഷ് റാണ എന്നിവരെ കൂടി പൊട്ടൻഷ്യൽ ബാറ്റിംഗ് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അശുതോഷ് ശർമ്മ അവിടെ ഉണ്ട് ഇമ്പാക്ട് ആയിട്ടൊക്കെ. അപ്പോൾ ആരെ ഇറക്കുമെന്ന് കണ്ടറിയണം. പിന്നെ KL ജാമിസണോ ദുഷ്മന്ത ചിവേരൊക്കെ ഇന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. മിച്ചൽ സ്റ്റാർക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവൈലബിലിറ്റി വന്നിട്ടില്ല. പിന്നെ പറയാനുള്ള ട്രാവിസ് ഹെഡിന്റെ കാര്യം. ട്രാവിസ് ഹെഡ് ഇപ്പോൾ ഹൈദരാബാദ് പിച്ചിലാണ് കളി. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലത്തെ ഇമ്പാക്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ പവർ ഹിറ്റിംഗ് ഒന്നും കാണുന്നില്ല ട്രാവിസ് ഹെഡിന്. പക്ഷേ അതേ ഇപ്പോൾ കഴിഞ്ഞ കളി ചെന്നൈക്കെതിരെ സ്ട്രൈക്ക് റേറ്റ് 115 സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് ഇവിടെ ഹൈദരാബാദ് പിച്ചിൽ കളിച്ചത്. എന്നാൽ രാജസ്ഥാനെതിരെ അവർക്ക് 100 മാത്രം സ്ട്രൈക്ക് റേറ്റ് ആയിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്, ട്രാവിസ് ഹെഡിന് പഴയ പോലെ കളിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നിപ്പോ ഡൽഹിക്കെതിരെയാണ്. ഡൽഹിക്കെതിരെ എന്ന് പറയാൻ കാരണം, ഇപ്പോ കുൽദീപ് യാദവും മുകേഷ് കുമാറിനെതിരെയൊക്കെ നല്ല റെക്കോർഡുള്ള പ്ലെയറാണ് ട്രാവിസ് ഹെഡ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് ഫോമിലേക്ക് വരാൻ പറ്റുമെന്ന് കാര്യം പറഞ്ഞത്. കഴിഞ്ഞ സീസണിൽ ഹെഡ് ഡൽഹിക്കെതിരെ 32 ബോളിൽ 89 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, സെയിം ബോളിംഗ് ലൈനപ്പാണ് ഇപ്രാവശ്യം അവർക്ക്. ഡൽഹിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല ബോളിംഗ് ലൈനപ്പിലൊന്നും. പിന്നെ കുൽദീപ് യാദവിന്റെ കാര്യം, കുൽദീപ് യാദവ് ഈ സീസണിലെ ഫോം ഔട്ടിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ വേൾഡ് കപ്പിൽ നമുക്കറിയാലോ, വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും കളിപ്പിച്ചിട്ടില്ല. അദ്ദേഹം എല്ലാ മത്സരത്തിലും ബെഞ്ചിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചു കാലം ടച്ച് വിട്ടു. ഇപ്പോൾ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് വിക്കറ്റൊക്കെ കിട്ടുന്നുണ്ടോ, പക്ഷേ എല്ലാ കളിയിലും ഒരു 8-9 ഒക്കെയാണ് എക്കണോമി റേറ്റ് വരുന്നത്.
പിന്നെ ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവർ KL രാഹുലിന്റെ കാര്യം. KL രാഹുൽ ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയങ്ങൾ വേണ്ട. പിന്നെ ഡേവിഡ് മില്ലറും ക്രിസ്റ്റ്യൻ സ്റ്റബ്സും ഒക്കെ മിന്നുന്ന ഫോമിലുണ്ട്. കില്ലർ മില്ലറെ കണ്ടില്ലേ കഴിഞ്ഞ കളി, അദ്ദേഹം ഇപ്പോൾ മികച്ച ഫോമിലാണ് മില്ലർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. DC ഇപ്പോൾ ഇന്ന് വിജയിച്ചാൽ അവര് നമ്പർ 3 സ്പോട്ടിലേക്ക് അവർ കയറും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിതീഷ് റാണ, സമീർ റിസ്വി, കരുൺ നായർ ഇവർ 3 പേരും ഇപ്പോൾ ഫോം ഔട്ടിലാണ്. സമീർ റിസ്വി ആദ്യത്തെ 2 മത്സരം മികച്ച രീതിയിൽ കളിച്ചെങ്കിൽ പിന്നീടുള്ള 3 മത്സരത്തിൽ ഒരു തിളങ്ങാനും സാധിച്ചിട്ടില്ല സമീർ റിസ്വിക്ക്. അപ്പോൾ അവർക്ക് മൊമെന്റം നഷ്ടപ്പെടുന്നുണ്ട്. SRHനെതിരെ അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലാണ് അവർ ആരാധകർ ഉള്ളത്. SRHനാവട്ടെ ഇപ്പോൾ അവരുടെ ഫയർ പവർ ടോപ്പ് ഓർഡേഴ്സ് ആണ് അവർക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഹെൻറി ക്ലാസ് ഒക്കെ ഫയർ പവർ ടോപ്പ് ഓർഡറാണ്. പക്ഷേ ഇതിൽ പ്രശ്നം ഇൻകൺസിസ്റ്റന്റ് പ്രശ്നമാണ്. ക്ലാസ്സിനൊഴികെ വേറൊരു പ്ലെയറും ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി SRHന് തിരിച്ചറിയേണ്ടത്. പിന്നെ DCയുടെ അക്ഷർ പട്ടേൽ ഒരു പക്ഷേ ഇന്ന് റെസ്റ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ആ മസിൽ ക്രൈം സമഗ്രമാണ്, കഴിഞ്ഞ കളി റിട്ടയർഡ് ആയിട്ട് പോയ പ്ലെയറാണ് അദ്ദേഹം. പിന്നെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമിനൊരു പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നാൽ SRHന്റെ കാര്യത്തിലേക്ക് വന്നാൽ SRHന് വേണ്ടിയിട്ട് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡും കൂടി ഓപ്പൺ ചെയ്താൽ ഇഷാൻ കിഷൻ നമ്പർ 3 കളിക്കും. അനികേത് വർമ്മ നമ്പർ 4, ഹെൻറി ക്ലാസ് നമ്പർ 5, നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ 6, സലീൽ അറമോറ നമ്പർ 7, ലിയാം ലിവിങ്സ്റ്റൺ അല്ലെങ്കിൽ പിന്നെ ദിൽഷാൻ മധുശാങ്ക നമ്പർ 8 വരും. ശിവകുമാർ നമ്പർ 9, ഇഷാൻ മലിംഗ നമ്പർ 10, പ്രഫുൽ ഹിഞ്ചെ നമ്പർ 11, ഷാക്കിബ് ഹുസൈൻ ഇമ്പാക്ട് ആയിട്ടും ഉണ്ടാകും. ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നാൽ വസ്തു നിസാക്കി KL രാഹുലും കൂടി ഓപ്പൺ ചെയ്താൽ സമീർ റിസ്വി നമ്പർ 3, അക്ഷർ പട്ടേൽ അല്ലെങ്കിൽ കരുൺ നായർ നമ്പർ 4 വരും ഒരു പക്ഷേ. അങ്ങനെയാണെങ്കിൽ KL രാഹുൽ ടീമിനെ നയിക്കാനുണ്ടാവും. നമ്പർ 5 ഡേവിഡ് മില്ലർ, നമ്പർ 6 ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, നമ്പർ 7 കരുൺ, നമ്പർ 7 അശുതോഷ് ശർമ്മ, നമ്പർ 8 ലക്യുബ് നബി, നമ്പർ 9 ലുങ്കി NKD, നമ്പർ 10 കുൽദീപ് യാദവ്, നമ്പർ 11 മുകേഷ് കുമാർ, നമ്പർ 12 T നട്രാജൻ വരും. ഒരു കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈദരാബാദിലാണ് മത്സരം, നിങ്ങൾ ഒരു ആർക്കണം. ഈ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.